ആൽബർട്ട് ഐൻസ്റ്റീൻ ന്യൂട്ടന് ശേഷം ലോകം കണ്ട ഏറ്റവും മഹാനായ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നൽകുന്ന അറിവിൻ്റെ ബലത്തിലുമാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്നും കൂടി ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞതിൽ ഇൻകംപ്ലീറ്റ് ആയ ഭാഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഓരോ സയൻറ്റിസ്റ്റും അതുവരെ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളായ ആളുകളുടെ നിലപാടുകൾക്കനുസരിച്ച് മാത്രമാണ് ചിന്തിച്ചത്. എന്തെങ്കിലും ചരിത്രത്തിൽ ആരെങ്കിലും മാറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരു പുതിയ അറിവിലേക്ക് കാൽ വയ്ക്കാറുള്ളത്. ന്യൂട്ടോണിയൻ റൂൾ അനുസരിച്ച് ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ന്യൂട്ടോണിയൻ റൂളിൻ്റെ പരിധികൾ മറികടക്കാനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മനുഷ്യൻ കൂടുതലായിട്ട് ചിന്തിച്ചു. ന്യൂട്ടൺ ചിന്തിച്ച രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചു. അതായത് എന്നും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, എന്നും ഒരു ഇതിഹാസം ജനിക്കുന്നത് കൺവെൻഷണൽ ഐഡിയോളജിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ്, അല്ലെ യാഥാസ്ഥിതിക മനോഭാവങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ്. ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ബിസിനസ് സംരംഭം എന്തിനേയും നമ്മളെടുത്തോ, എല്ലാം വിജയിക്കുന്നത് എവിടെയാണ്? ഇതുവരെ ആലോചിച്ചു കൊണ്ടിരുന്ന ആളുകൾ ചിന്തിക്കുന്നത് കൂടാതെ ഒരു പുതിയ തോട്ട് ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് വിജയിക്കുന്നത്. ഉദാഹരണത്തിന് ഐസക് ന്യൂട്ടൻ്റെ കാര്യം തന്നെ എടുത്തു. അന്ന് വരെ ഉണ്ടായിരുന്ന ആളുകൾ, ഒരുപാട് ആളുകളുടെ തലയിൽ ആപ്പിൾ വീണിട്ടുണ്ട്. അവരൊക്കെ എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? സ്ഥലം മാറിയിരിക്കുക, ആപ്പിളിനെ തെറി പറയുക, ആപ്പിൾ കൊള്ളത്തില്ല, മരത്തിൻ്റെ ചോട്ടിലിരിക്കരുത്. ഈ ഐഡിയോളജി മാത്രമാണ് അവർ ഫോളോ ചെയ്തത്. ന്യൂട്ടൺ മാത്രം ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ട് ആപ്പിള് എൻ്റെ തലയിൽ വീണു? അതിനെ അദ്ദേഹം പ്രപഞ്ചവും ഗ്രഹങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ തലയിൽ വന്ന് വീണെങ്കിൽ എന്തുകൊണ്ട് സൂര്യൻ അല്ലെങ്കിൽ മൂൺ ഭൂമിയിലേക്കോ സൂര്യനിലേക്കോ ഒന്നും വീഴുന്നില്ല? ഈ ചിന്തയാണ് ന്യൂട്ടോണിയൻ റൂളിൻ്റെ അടിസ്ഥാനമായി മാറിയത്. ഇത് തന്നെ ഐൻസ്റ്റീനും ചിന്തിച്ചു. അപ്പം ന്യൂട്ടോണിയൻ റൂളിൻ്റെ ഭൂഗുരുത്വാകർഷണവും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഭൂമിയിലേക്ക് ഒരു ആകർഷണമുണ്ട്, അതുപോലെ എല്ലാത്തിലും ആകർഷണമുണ്ട് എന്നൊരു രീതിയിൽ ചിന്തിച്ചു. ഭൂഗുരുത്വം എന്ന ഐഡിയോളജിക്ക് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷന് ഒരു ന്യൂട്ടോണിയൻ റൂളിലൂടെ ഒരു ഡെഫിനിഷൻ ഉണ്ടാവുക ചെയ്തേ. ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നപ്പം ഭൂമിയുടെ ഭൂഗുരുത്വം അല്ല, കാരണം അതൊരു സ്പേസ് ടൈം കർവേച്ചറാണെന്ന് പുതിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. കാരണം ന്യൂട്ടോണിയൻ റൂൾ വെച്ച് പുള്ളിക്ക് തെളിയിക്കാൻ പലതും പറ്റിയില്ല. അപ്പോൾ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഭൂമി എവിടെയാണോ ഇരിക്കുന്നത് അതിലേക്ക് ഭൂമി ഒരു പ്രഷർ കൊടുക്കുമെന്നും, അങ്ങനെ കൊടുക്കുമ്പം അവിടെ ഒരു കർവ് ഉണ്ടാവുമെന്നും, ആ കർവിലൂടെ പ്രപഞ്ചം ഈ ഭൂമിയെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതൊരു ഫിക്സ്ഡ് പാറ്റേൺ ആണ്. ഇതിനാണ് അദ്ദേഹം വിളിച്ചത് സ്പേസ് ടൈം കർവേച്ചർ. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഐൻസ്റ്റീൻ പറഞ്ഞത് മാത്രമാണോ എല്ലാ റൂളുകളുടെയും അടിസ്ഥാനം? അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഐൻസ്റ്റീനെ ക്രിറ്റിസൈസ് ചെയ്യണം. ഐൻസ്റ്റീനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഐൻസ്റ്റീൻ ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ആർക്കും പലപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. കൃത്യമായിട്ട് തെളിവുകൾ നിരത്തി വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായാൽ മാത്രമേ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് അദ്ദേഹത്തെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മാറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ പുതിയ അറിവിലേക്ക് നടക്കുന്ന ഒരു പാത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കണ്ടെത്തിയ വ്യക്തികളിൽ ഒരാളാണ് സയൻറ്റിസ്റ്റ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മലയാളിയായ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും വളരെ പ്രശസ്തം തന്നെയാണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പം നമ്മളൊന്ന് ചോദിച്ചേ, പ്രകാശത്തിന് ശൂന്യതയിലൂടെ, പ്രകാശത്തിൻ്റെ പ്രത്യേകത അറിയാലോ,
പ്രകാശം ഒരേ സമയത്ത് ഒരു കണികയും ഒരേ സമയം ഒരു തരംഗവുമാണ്. അതായത് ഒരു മാറ്ററിൻ്റെ അവസ്ഥയും കാണിക്കും, അതേസമയം ഒരു വേവിൻ്റെ അവസ്ഥയും കാണിക്കും. ഒരു കണികയും തരംഗവും ഒരേ സമയത്ത്. അപ്പം അത്രയും ഒരേ സ്പീഡിൽ ഒരേ രീതിയിൽ ഈ കണികയുടെയും തരംഗത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഈ പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒരു സംഭവവും ഈ ഭൂമിയിൽ ചലിക്കത്തില്ല. അത്രയും ഫാസ്റ്റായിട്ട് ഒരു സംഭവം ഓടത്തില്ല. അത് കൃത്യമായ കാര്യം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ പ്രകൃതി എന്ന അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന മഹാ യൂണിവേഴ്സിൽ പ്രകാശത്തിൻ്റെ പരിധി 3,00,000 കിലോമീറ്ററും ആയിരിക്കുമെന്നും അതിൽ കൂടത്തില്ല എന്നും ചിന്തിക്കുന്നൊരു ശക്തി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന മഹാ യൂണിവേഴ്സ് പ്രകാശത്തോട് കാണിക്കുന്ന മനോഭാവം മാത്രമാണിതെങ്കിലോ, ആ പ്രകാശത്തിൻ്റെ കണികയും തരംഗവുമായ ആ ശക്തിക്ക് ഈ പ്രപഞ്ചത്തിലൂടെ മാക്സിമം സ്പീഡിൽ ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റും. അത് ഇതിന് മാത്രമുള്ളൊരു പ്രത്യേകത. അങ്ങനെയാണെങ്കിലോ, അങ്ങനെ ചിന്തിച്ചാൽ പ്രകാശത്തിൻ്റെ പരിധിയാണത്, അതിൽ കൂടുതൽ അതിന് പോകാൻ പറ്റത്തില്ല. അപ്പം ഒരു ചോദ്യം വരും, ഈ പ്രകാശം വെച്ചുള്ള പരീക്ഷണത്തിൻ്റെയൊക്കെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്ലോക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? കാരണം വെക്കുന്ന 2 ക്ലോക്കിലും ഒരേ ടൈമിൽ ഇത് കടന്നു പോകും. കാരണം അത്ര ഫാസ്റ്റാണ്. നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രമാത്രം ലെങ്തിൽ വെക്കാൻ പറ്റണം, അതിനുള്ള സാധ്യതയില്ല. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പ്രകാശത്തിൻ്റെ സ്പീഡ്? ഐൻസ്റ്റീൻ്റെ സമവാക്യത്തിലാണ് പ്രകാശം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള ഏത് അവസ്ഥയിലും. പക്ഷേ കോൺസ്റ്റൻ്റ് അല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ്, കാരണം ഇത് പ്രകൃതി ഒരുക്കി കൊടുക്കുന്ന പാത്തിലൂടെ മാത്രമാണ് ഇത് പോകുന്നതെന്നും ഇത് ഇത്രയും ആകത്തുള്ളതും ഇതിലും കൂടുതൽ സ്പീഡ് ആവശ്യമുണ്ടെങ്കിൽ പറ്റത്തില്ല എന്നും പറയുന്ന ഒരു സംഭവം പരീക്ഷണത്തിലൂടെ തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പറ്റുന്ന ഒരു സിങ്ക്രോണൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോക്ക് വേണം. അത് പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് പോയിന്റിൽ നിന്നാണോ പ്രകാശം വിക്ഷേപിക്കുന്നത് ആ പോയിന്റിൽ തന്നെ അത് കറങ്ങി വരാൻ എത്ര സമയമെടുക്കുമെന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഒരു ക്ലോക്കിൽ ടൈം പോകുന്നതും ടൈമിൻ്റെ ബീം തിരിച്ചു വരുന്നതുമായ സമയം അതെങ്ങനെ പറ്റും? ഒരു ഗ്ലാസ് വയ്ക്കുക, ഒരു ലൈറ്റ് വയ്ക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്ലാസ് വയ്ക്കുക, അതിൽ നിന്ന് മേളിലേക്ക് പോകാനുള്ള ഗ്ലാസ് വയ്ക്കുക, ഇപ്പുറം വീണ്ടും ഗ്ലാസ് വയ്ക്കുക, താഴെ വീണ്ടും ഗ്ലാസ് വയ്ക്കുക. അങ്ങനെ ഇവിടെ നിന്ന് പോകുന്നത് ഈ ഗ്ലാസ്സിലും ഇങ്ങനെ സ്ക്വയർ പോലെ വരുമ്പോൾ മാത്രമേ പ്രകാശം റൊട്ടേറ്റ് ചെയ്ത് ഏത് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അതേ പോയിന്റിൽ തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ മാത്രമേ പ്രകാശത്തിൻ്റെ ടൈം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ പരീക്ഷണം നടത്തിയാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത് പ്രകാശത്തിന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നെങ്കിലും ഈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പ്രകാശത്തിനും വേരിയേഷൻ വരുമെന്ന്. പ്രകാശത്തിൻ്റെ സ്ഥിരത, പ്രകാശപ്രവേഗത്തിൻ്റെ സ്ഥിരത അത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എത്തിയത്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എത്തിയപ്പോൾ എന്ത് ചെയ്യും? ഐൻസ്റ്റീൻ്റെ റൂൾസുകളെ മാറ്റേണ്ടി വരും. ഇനി ഇദ്ദേഹത്തിൻ്റെ വേറൊരു കാഴ്ചപ്പാടാണ്, പ്രകൃതി മുഴുവൻ യൂണിവേഴ്സിന് ഒറ്റ സെൻറ്ററാണ്. ആ സെൻറ്റർ ആണ് തീരുമാനിക്കുന്നത്. ആ സെൻറ്ററിൽ നിന്ന് വരുന്ന ഈ പാർട്ടിക്കിൾസിനെ സണ്ണ്, മൂണ്, നക്ഷത്രങ്ങൾ, നേച്ചർ, ഗാലക്സി, മിൽക്കി വേ, ഇങ്ങനെയുള്ള എല്ലാ മൊത്തം ഗാലക്സീനെയും താങ്ങി നിർത്തുന്ന ഒരൊറ്റ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണെന്ന് ചിന്തിച്ചേ. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ മാത്രമാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചേ. അതുകൊണ്ടാണ് കൂട്ടിയിടികൾ കുറയുന്നത്. ആ പ്രപഞ്ചം വീണ്ടും വീണ്ടും വൈഡൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണെന്ന് ചിന്തിച്ചേ. അങ്ങനെ ചിന്തിക്കുമ്പം എല്ലാത്തിനും ഒരൊറ്റ റൂളാണെങ്കിൽ ആ റൂളുകളെ മുഴുവൻ ഭരിക്കുന്ന ഒരു സെൻറ്ററുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം വീണ്ടും പറയുന്നത് സ്പേസ് ടൈം കർവേച്ചർ അല്ല, ഈഥർ എന്ന് പറയുന്ന ഒരു
ഒരു ഹിഡൻ പാർട്ടിക്കിൾ, പ്രകാശവുമായിട്ട് ഇൻ്റർഫെയർ ചെയ്യാത്ത ഒരു പാർട്ടിക്കിളിലൂടെ ഈ മെറ്റീരിയലുകൾ മുഴുവൻ, ഈ പാർട്ടിക്കിൾസ് മുഴുവൻ ഒഴുകി നടക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ അദ്ദേഹം വന്നത്. അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നതിന് വീണ്ടും മാറ്റങ്ങളുണ്ടാവുക. ഗ്രാവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ വീണ്ടും മാറുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു ക്വാണ്ടം ഫിസിക്സിലേക്കും വഴിവെക്കുന്ന വേറൊരു ഐഡിയോളജി ഉണ്ട്. അതായത് വേവ്സിനെ നമുക്കൊരു സാധനം താഴേക്ക് വീഴുമ്പം ഉണ്ടാകുന്നത് ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയും. അതായത് ആക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വേവ്സ് ഉണ്ട്. ഈ വേവ്സിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേവ്സിനെ കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അങ്ങനെ അളക്കാൻ പറ്റാത്തത് എന്തിനെയാണ്? ഇതിൻ്റെ വേവ്സിനെയാണ്. വേവ്സ് എന്ന് പറയുന്നത് എന്താ? അത് നടത്തിയ ഒരു ആക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ആ വേവ്സിനെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടുത്താൻ പറ്റത്തില്ല. ഓരോ എന്തിനെ മാത്രം അവിടെ ആക്ഷൻ എന്തുമാത്രം ശക്തി ഉണ്ടായിരുന്നോ ആ ആക്ഷൻ്റെ ശക്തിക്കനുസരിച്ച് വേവ്സിന് മാറ്റങ്ങളുണ്ടാവും. ഇതാണ് കണികാ സിദ്ധാന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കണികാ സിദ്ധാന്തം പറയുന്നത് വേവ്സിനെ കണ്ടുപിടിക്കാൻ നമുക്ക് അളക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ആ വേവ്സും ആക്ഷനും, വേവ്സ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾസിൻ്റെ അന്തർലീനമായ ഭാവമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇദ്ദേഹം കാണുന്നത് ഈ വേവ്സിനെ കാണുന്നത് ആ പാർട്ടിക്കിൾസിൻ്റെ ഭാഗമായിട്ടല്ല, പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയ ആക്ഷൻ്റെ റിയാക്ഷനായിട്ടാണ്. അപ്പം കണികാ സിദ്ധാന്തത്തിൻ്റെ കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാവുക. പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻ അനുസരിച്ച് ക്വാണ്ടം ഫിസിക്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഹിഡൻ എന്ന് പറയുന്ന ഒരു അജണ്ട ഈ ഫിസിക്സിൽ ഉണ്ടാകാൻ പാടില്ലെന്നും ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടെന്നും ആ കാരണത്തിൽ നിന്ന് മാത്രമാണ് അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നതെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തിയറികളെല്ലാം അദ്ദേഹം ഫോം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആളെ നമ്മൾ വില കുറച്ച് കാണരുത്. അപ്പം പുതിയ ഒരു ഐഡിയ അദ്ദേഹം തന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്തത്. താങ്ക് യു.